بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും ഒരു യാത്രയിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആയിഷ, നമുക്ക് ഒരു ഓട്ടമത്സരം നടത്തിയാലോ? ആയിഷ റളിയല്ലാഹു അൻഹ അതേ എന്ന് മറുപടി പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുണ്ടായിരുന്ന സഹാബികളെല്ലാം ഒരുമിച്ച് കൂട്ടി. ആയിഷ റളിയല്ലാഹു അൻഹയും റസൂലും ഓട്ടമത്സരം നടത്തി. ആ ഓട്ടമത്സരത്തിൽ വിജയിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ അന്ന് മെലിഞ്ഞൊട്ടിയ പ്രകൃതമായിരുന്നു. അതുകൊണ്ട് തന്നെ റസൂലിനേക്കാൾ മുമ്പ് ഓടി വിജയം കൈവരിക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹക്ക് സാധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും മിണ്ടിയില്ല. കാരണം റസൂലാണല്ലോ ആ ഓട്ടമത്സരത്തിൽ പരാജയപ്പെട്ടു പോയത്. പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും ഒരു യാത്രയിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആയിഷ, നമുക്കൊരു ഓട്ടമത്സരം നടത്തിയാലോ? അപ്പോഴേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ പഴയ ആ ഓട്ടമത്സരത്തെക്കുറിച്ച് മറന്നുപോയിരുന്നു. സഹാബികളെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചുകൂട്ടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും ഓട്ടമത്സരം നടത്തി. ആ ഓട്ടമത്സരത്തിൽ വിജയിച്ചത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം അന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഒന്ന് തടി വെച്ചിട്ടുണ്ടായിരുന്നു. റസൂലിന്റെ കൂടെ ഓടിയെത്താൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിജയിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് റസൂലുള്ള പറയുകയാണ്, ആയിഷ, മുമ്പ് എന്നെ ഒരു ഓട്ടമത്സരത്തിൽ പരാജയപ്പെടുത്തിയത് നീ ഓർക്കുന്നില്ലേ? അതിന് പകരമാണ് ഞാൻ ഈ ഓട്ടമത്സരത്തിൽ നിന്നെ പരാജയപ്പെടുത്തിയത് എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷങ്ങൾ എത്ര വലുതായിരുന്നുവെന്ന് ഈ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം മാതൃകയാക്കേണ്ടത്. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.